ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം തന്നെ ഈ ഒരു സപ്പോർട്ടിന് ഭയങ്കര താങ്ക്സ്. ഈ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തുടർന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അത് ഞങ്ങൾ തുടർന്നിടുന്ന വീഡിയോസിനും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗോസോ ഐലൻഡിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. നമ്മൾ ഒരു ക്വാഡ് ബൈക്കിൽ ഗോസോയിലെ പ്രധാന സ്പോട്ടുകളൊക്കെ കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു ഗൈഡഡ് ടൂറാണ്. നമ്മളൊരു പാക്കേജ് ട്രിപ്പ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു പാക്കേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഗോസോ എന്ന് പറയുന്നത് ഭയങ്കര ലാൻഡ്സ്കേപ്പൊക്കെയുള്ള മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാൾട്ടയിൽ നിന്നും ഫെറിയിൽ ഗോസോയിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഫെറിയിൽ കയറി നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഫെറിയിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ട് ഒരാൾ ട്രെയിനിൽ പോകുന്ന പോലൊക്കെയാണ്. കുറെ നടന്ന് കളിച്ച് എവിടെ ഇരുന്നില്ല, ഇങ്ങനെ നടന്ന് കളിക്കായിരുന്നു. നല്ല ഒരു വീഴുന്ന പോലെയൊക്കെ 2-3 പ്രാവശ്യം ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ ഈ എന്താ പറയാ, ഇപ്പം ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ ഗോസോ ഐലൻഡ്. നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. ഇതാകെ ഒരു അരമണിക്കൂറൊക്കെയാണ് എടുത്തുള്ളൂ. അങ്ങനെ അവിടുന്ന് നമ്മളെ പിക്കാണ്. അപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ ഇതിലാണ് ക്വാഡ് ബൈക്കിൽ പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഓൾറെഡി പിക്ക് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. നമ്മൾ ക്വാഡ് ബൈക്കുള്ള ഗാരേജിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇവര് 2 ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നൊരു സൈറ്റ് സീയിങ് ബസ്സും പിന്നെ നെക്സ്റ്റ് ഉള്ളത് ക്വാഡ് ബൈക്കും. അപ്പൊ നമ്മൾ ക്വാഡ് ബൈക്കാണ് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഗാരേജിലെത്തി. അപ്പൊ ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അവരും ഇതേപോലെ തന്നെ പാക്കേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളെ 2-3 ഫ്രണ്ട്സും ഉണ്ട് നമ്മളെ കൂടെ തന്നെ വന്നത്. അങ്ങനെ നമ്മൾ ഓൾറെഡി ഹെൽമെറ്റ് ഒക്കെ ചൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പോകുന്നത് ദജിറ ബേയിലേക്കാണ്. നമ്മളിങ്ങനെ നല്ല രസമുണ്ട് ഈ അതെ. അങ്ങനെ നമ്മളിപ്പോൾ ഓൾറെഡി അവിടുന്ന് ഒരു വ്യൂ പോയിന്റ് എത്തി. ചുമ്മാ ഒന്ന് വെള്ളമൊക്കെ കുടിക്കാനും ഒന്ന് റെസ്റ്റ് ചെയ്യാനും. ഞാൻ ക്വാഡ് ബൈക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേദനയും ഇതൊക്കെ ഉണ്ട്. കാരണം ഇത് അത്ര എളുപ്പമല്ല ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാണ് നമ്മളെ ഗൈഡ്. അങ്ങനെ നമ്മൾ ദജിറ ബേ എത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാമല്ലോ ഈ ട്രെയിൽ. ഇതിനും മനോഹരമായ നല്ല കുറേ ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അവിടെ ഇവിടെയൊക്കെ വരയ്ക്കുന്നതിനൊക്കെ. പുള്ളി പറഞ്ഞു 300 യൂറോ ആവും എന്തെങ്കിലും പറ്റിയാൽ. അപ്പം ബാക്കിലിരിക്കുന്ന അനക്കായിരുന്നു അടിപൊളി എൻജോയ്മെന്റ്. കാരണം എനിക്കിങ്ങനെ ചുമ്മാ ഇരുന്ന മതിയല്ലോ, ഫുൾ കെയർഫുൾ ആയിട്ട് ഓടിക്കണല്ലോ. ഞാനങ്ങനെ എന്താ പറയാന് അധികം സ്ഥലത്തിനല്ല ഇമ്പോർട്ടൻസ്. ഇത് എങ്ങനെയൊക്കെ ഇതത് അധികം കേടുപാടില്ലാണ്ട് എത്തിക്കാം. അങ്ങനെ ഈ ഡജറ ബേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിങ്ങനെ കുറെ റോക്സ് ഇങ്ങനെ കാലക്രമേണ ഫോം ചെയ്തതാണ്. ഇപ്പൊ ഇതില് ഫംഗസ് റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിങ്ങനെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിപ്പോഴും മാൾട്ടീസ് ഇങ്ങനെ അതിനെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഓരോ സ്പോട്ടിലെത്തിയാലും ഈ ഗൈഡ് നമുക്കിങ്ങനെ അതിനെപ്പറ്റി ഓരോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞുതരും. പക്ഷെ നമുക്ക് അതൊന്നും താല്പര്യമില്ല. നമ്മൾ ചുമ്മാ കുറെ വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നിശ്ചിന്റെ സാഹസിക പ്രകടനത്തിനൊടുവിൽ നമ്മളിവിടെ ഇനിയും 5 മണിക്കൂർ ഓടിക്കാനുണ്ടെന്ന്. അപ്പൊ മാൾട്ടന്റെ മെയിൻ ഒരു വരുമാനം എന്ന് പറയുന്നത് ടൂറിസം ആണ്. പക്ഷെ ഇപ്പൊ അവര് അഗ്രികൾച്ചറിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ വയനാട്ടിലൊക്കെ മറ്റേ തട്ടായിട്ട് കൃഷി ചെയ്യുന്നില്ലേ, അതേപോലെ ഈ ക്ലിഫിനൊക്കെ അവരിങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് ഇപ്പൊ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറെ വാച്ച് ടവേഴ്സ് ഒക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇങ്ങനെ എനിമീസ് ഒക്കെ വരുമ്പോൾ ഇവർക്ക് ഫയർ ചെയ്യാനൊക്കെ. അങ്ങനെ ഫയർ ചെയ്തിട്ടാണ് ഇവരെല്ലാവരും അറിയിക്കാൻ. ഇവരെ ഓൺ അറ്റാക്ക് ആണ്. അതേപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറെടുക്കാനൊക്കെ അറിയിക്കുന്നത് ഇങ്ങനെ ഫയർ ചെയ്തിട്ടാണ്. എല്ലാ വാച്ച് ടവറും ഒരാൾ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ അതുപോലെ തന്നെ ചുറ്റുമുള്ള വാച്ച് ടവർ ഇങ്ങനെ ഫയർ ചെയ്യും. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഫോണ്ടാനയാണ്. ഇതൊരു ഫ്രഷ് വാട്ടർ വെല്ലാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫോണ്ടാനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പോകുന്ന വഴിയെ കുറിച്ച് ഒന്നും പറയാനില്ല. അടിപൊളി. കാരണം ഒരു സൈഡിൽ കുറെ ക്ലിഫ്, ഇപ്പുറത്ത് സീ. അതും ആ കളർ നോക്ക്, നീല കളറ് വാട്ടർ. വേറെ തന്നെ ഒരു കളറില്ലേ ഇവിടുത്തെ കടലിന്. എനിക്ക് തോന്നി ഈ ഒരു ഗോസോ ഐലൻഡിൽ നമ്മൾ ഏത് സ്പോട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ ആണെങ്കിലും ചുമ്മാ നന്നായി. ഈ ട്രിപ്പ്, ഈ ക്വാഡ് ബൈക്ക് ട്രിപ്പ് എടുത്തത് എത്രയോ നന്നായി. കാരണം എന്റെ ഒരു വണ്ടിന്റെ ഒരു ആഗ്രഹമൊക്കെ മാറി കിട്ടി. അങ്ങനെ നമ്മൾ ഫോണ്ടാനയിൽ എത്തി. ഫോണ്ടാന എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രാമമാണ് കേട്ടോ. അപ്പൊ ഈ ഗ്രാമത്തിൽ കുറെ ശുദ്ധജലത്തിന്റെ ഉറവകളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒന്നാണിത്. അപ്പൊ അവിടുന്ന് ഗൈഡ് എന്തൊക്കെയോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ അടുത്ത് തന്നെ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഫോണ്ടാനിൽ നിന്ന് നേരെ കോട്ടേജ് ഇൻഡസ്ട്രിയിലേക്കാണ് പോയത്.
പിന്നെ ഈ ഫ്രഷ് വാട്ടർ ഇത് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യണം. ഇത് പബ്ലിക്കാണ്. മീൻസ് ഇത് ഉള്ളതുകൊണ്ടാണ് ഇതിന് ചുറ്റും ഇങ്ങനെ പല പല കടകളുള്ളത്. കാരണം ഇതൊരു മെയിൻ അട്രാക്ഷനാണ് ഈ ഭാഗത്തെ. ഈ വില്ലേജ് എല്ലാവരും ഇത് കാണാനാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് കോട്ടേജ് ഇൻഡസ്ട്രി ഉണ്ട്. അവിടെ മാൾട്ടീസ് ട്രഡീഷണൽ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ എന്തായാലും കുറച്ച് ടൈമുണ്ട്. നമ്മൾ പിന്നെയും ബ്രേക്ക് എടുക്കുന്ന, ഇല്ലാണ്ട് കോട്ട് ബൈക്ക് അങ്ങനെ കുറേ എടുത്ത കൈയൊക്കെ വേദന എടുക്കും. അങ്ങനെ നമ്മൾ പിന്നെയും കയറി. ഇവിടെ കൊറേ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ, ഒരു വല്യമ്മ ഉണ്ട്. അങ്ങനെ പിന്നെ കൊറേ നമ്മള് കൈത്തറിയില്ലേ, നമ്മുടെ ജിയോ ടൗണിൽ, കൊച്ചി ജിയോ ടൗണിലുള്ള പോലത്തെ സെറ്റപ്പ്, മറ്റേ ഹാൻഡ് മെയ്ഡ് ഡ്രസ്സും ഷാളും പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ. നമ്മൾ അഭ്യാർത്ഥിന്റെ ഒരു മാൾട്ടീസ് വേർഷൻ ഉണ്ട് കേട്ടോ. അഭ്യാർത്ഥിയൊക്കെ കോപ്പി അടിച്ചതാണ്. ഒന്നിക്കേ നമ്മൾ കോപ്പി അടിച്ചതാണ്, അല്ലെ ഇവര് കോപ്പി അടിച്ചതാണ്. കൊറേ ടൈപ്പ് സ്വീറ്റ്സ്, ഡോണറ്റ്സ്, അങ്ങനെ ജാമ്, അച്ചാറ്, അങ്ങനെ കൊറേ സാധനങ്ങള്. അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അവിടെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം വേണേ ടേസ്റ്റ് ചെയ്യാം. നമുക്ക് അതൊക്കെ നമ്മുടെ പാക്കേജിന്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിലില്ലോ. അങ്ങനെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ അടുത്ത ലൊക്കേഷനായ ഇല്ലാൻസി എത്തിയിട്ടുണ്ട്. അതെ, അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞത് മെഡിറ്ററേനിയൻ സീന്റെ ഒരു ബ്രാഞ്ചാണ്. ഇതൊരു ലഗൂണായിട്ടാണ് അറിയപ്പെടുക. അപ്പം ഇതിന്റെ അടുത്ത് തന്നെ ഫിഷർമാനും അവരുടെ വീടും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കേവ് നാച്ചുറലി ഫോം ചെയ്തതാണ്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ലൊക്കേഷൻ്റെ. പിന്നെ ഇപ്പോൾ ഒരു അധികം കാറ്റും കോളൊന്നും ഇല്ലാത്ത ദിവസം ഈ ഫിഷർമാനൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റിനെ എടുത്തിട്ട് ഇതൊരു ടണല് പോലെയാണ്. ഇതുവഴി മെഡിറ്ററേനിയൻ സീയിൽ പോവും. എന്നിട്ട് അവിടുന്ന് തന്നെ അസർ വിൻഡോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ ഒരു ക്വാഡ് ബൈക്ക് ഒക്കെ എടുത്ത് വന്നോണ്ട് നമുക്കിപ്പോ അതൊന്നും പോവാൻ പറ്റൂല. പിന്നെ നമ്മളങ്ങനെ ആരും കണ്ടില്ല. അങ്ങനെ ടൂർ അങ്ങനെ നമ്മള് എടുത്തു കൊണ്ടുവന്ന് ബോട്ടിങ്ങിനൊന്നും കൊണ്ടുവന്ന ആരെയൊന്നും കണ്ടില്ല. ഇതിന്റെ അപ്പുറമാണ് മെഡിറ്ററേനിയൻ സീ. ആ ടണൽ വഴി പോവാൻ പറ്റും. എന്താ രസമല്ലേ ഈ വള്ളത്തിന്റെ ഒരു ഭംഗി, ഭയങ്കര അടിപൊളിയാണ്. നമ്മള് ഇവിടെ കുറെ നേരം നിന്ന് നമ്മളിവിടെ കുറെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഗൈഡിന്റെ നാട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനെ പുള്ളി അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ഇവിടെ കുറെ നിൽക്കാൻ പറ്റി. അങ്ങനെ അപ്പൊ നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ സാൾട്ട് പാനാണ്. അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സാൾട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാൾട്ടീസ് ട്രഡീഷണൽ രീതിയിൽ സാൾട്ട് ഉണ്ടാക്കില്ലേ പണ്ട് നമ്മള് എന്താ പറയാന് ഒരു സംഭവം ഉണ്ടല്ല, ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉണ്ടാക്കിയ പോലെ കടലിന്റെ വെള്ളം കൊണ്ട് ഉപ്പ് ഉണ്ടാക്കാം. അത് ഗോവയുടെ വടക്കൻ തീരത്താണ് ഈ ഒരു പാനൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്കാ നമ്മൾ സാൾട്ട് പാനിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കള്ളിക്കള്ളി കാണുന്ന സാധനമാണ് ഈ സാൾട്ട് പാൻ എന്നൊക്കെ പറയുന്നത്. ഇത് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് മാൾട്ടയിൽ ഒരു പ്രത്യേക ഫാമിലിന്റെ ഇടയിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്താണിത്. ഇപ്പോഴും ഇത് യൂസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലി ഇത് ഓൺ ചെയ്യുന്നത് ആ ഒരു പ്രത്യേക വിഭാഗം മാൾട്ടീസ് ഫാമിലിയാണ്. അവരിങ്ങനെ കൈമാറി ഇപ്പോഴും എല്ലാവർക്കും ഈ സോൾട്ട് എത്തിക്കുന്നു. ഒരു പാരമ്പര്യ സ്വത്ത് എന്നൊക്കെ പോകും. അതെ. നമ്മള് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പം ഈ ഒരു പാക്കേജിൽ തന്നെ ഞങ്ങൾക്ക് ലഞ്ച് ഇൻക്ലൂഡ് ആയിരുന്നു. ലഞ്ച് എന്ന് പറഞ്ഞ ഒരു മാൾട്ടീസ് ഡെലിക്കസി ആയിരുന്നു. അങ്ങനെ ലഞ്ചായിട്ടല്ല, ഒരു സ്നാക്സ് ഒക്കെ പോലെ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടരും. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മിക്സ്ഡ കേവിലേക്കാണ്. അപ്പോൾ ആ കേവിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ നമുക്ക് റംല ബേ കാണാൻ പറ്റും. നമ്മൾ ഓൺ ദ വേയിലാണ്, ബാക്കി അവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ ടാൽ മിക്സ്ഡ കേവിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഓരോ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് ഈ സാധനം ഇങ്ങനെ റിവീലാകുന്ന പോലെയാണ്. ആ ഒരു കേവിലൂടെ ആ ഒരു ബ്ലൂ സീ കാണാൻ ചുമ്മാ വൈബാണ്, അടിപൊളി. പിന്നെ ഭയങ്കര വിൻഡിയാണ്. ഇപ്പൊ മുർഷിനെ കാണിക്കുന്ന നേരം മനസ്സിലാവും. വിൻഡ് കാരണം ഒന്ന് നേർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നല്ല ഹീലുള്ള ചെരുപ്പുമാണ് എടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് ഒന്നും അത്ര സെറ്റില്ല. ഇത് നാച്ചുറലി ഫോം ചെയ്ത ഗുഹയായോണ്ട് ആരും അങ്ങനെ അതിന്റെ മുകളിൽ പണിതിട്ടൊന്നുമില്ല. പിന്നെ അവിടെ കണ്ടില്ല ഒരു ചെറിയ ഹോള്, അതുവഴി നമുക്ക് ഈ ബേ കാണാൻ പറ്റും. വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ റംല ബേ. അങ്ങനെ പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുന്നത് നമ്മളെ. പുള്ളി ഇങ്ങനെ ടീച്ചറും കുട്ടികളും കളിക്കുന്ന ആ പരിപാടി കഥ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ഇവിടെ നല്ല രസമുണ്ട്. ആ ബ്ലൂ കളറൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ചേരം നിന്ന്. അങ്ങനെ നമ്മള് ഇവിടുന്ന് ഇനി ഇറങ്ങിയാല് പിന്നെ നമ്മൾ ഒരു സ്ഥലത്തും കൂടി നിർത്തും. കാലിപ്സോയുടെ ഗുഹ എന്നൊക്കെ പറയുന്നത് നമ്മൾ പോയില്ല. ഇവിടെ നമുക്ക് കാണിച്ചു തന്നു ഓപ്പോസിറ്റ് ഉള്ളതാണ്.
അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി വെക്കുന്നത് കാണാല്ല. ആഹാ, നമ്മൾ ലാസ്റ്റായിട്ട് വണ്ടി എടുത്ത് പോകുന്നതാണ്, ഇനി ഈ വണ്ടി തിരിച്ചു കൊടുക്കണം, നമുക്ക് ഇത് കൊടുത്ത് നാട്ടിൽ പോകാലോ. നെക്സ്റ്റ് നമ്മൾ മറ്റേ ഗ്യാരേജിലേക്കാ പോകുന്നത്. അതിന് മുന്നേ പുള്ളി ജസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരു എല്ലാ ഐലൻഡും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഐലൻഡും കാണാൻ പറ്റും. അപ്പം നമ്മളുള്ളത് ഗോസോ, പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് കോമിനോയും മാൾട്ടയും. കോമിനോ ആണ് ഇതിൽ ഏറ്റവും ചെറിയ ഐലൻഡ്. അപ്പം അതിനെ പറ്റിയൊക്കെ അയാളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന. അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് പുതിയ പരിപാടിയായിട്ട് ഒരു പഴയ ഒരു ഹോസ്പിറ്റൽ നവീകരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇപ്പം ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ സെല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ 2 ഇംഗ്ലണ്ടിലത്തെ ഫുട്ബോൾ പ്ലേയേഴ്സ് അത് മേടിച്ചെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ ഇത് നമ്മളുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. നമ്മളെല്ലാവരും പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. സ്വീഡനിലുള്ളത് 2 പേരുണ്ട്. അങ്ങനെ ഫ്രാൻസ് ഉണ്ട്, കാനഡ ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്. എന്താ പറയാ, ഫുൾ ഒരു മൾട്ടിനാഷണൽ ട്രിപ്പാണ്. അങ്ങനെ നമ്മളെല്ലാരും ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയും. അങ്ങനെ ഇനിയിപ്പോ നമ്മുടെ ബോട്ടിലേക്ക് പോകുന്നതാണ്. ബോട്ടിൽ കയറി നമ്മള് നേരെ മാൾട്ടയിലേക്ക്. അപ്പൊ ആ ഒരു ബോട്ട് ട്രിപ്പ് പുള്ളി ടാറ്റ പറയുന്നുണ്ട്, പുള്ളി ടാറ്റ പറഞ്ഞിട്ട് പോയി നമ്മളെ ട്രെയിനർ. അങ്ങനെ നമ്മള് ഇതാണ് ഈ ബോട്ട് പോകുന്നത് കോമിനോ ഐലൻഡിലോട്ടാണ്. അപ്പൊ ഇതൊക്കെ കോമിനോ കേവ്സ് ആണ്. അവിടെ പല കേവ്സ് ഉണ്ട്. നമ്മള് വേറെ തന്നെ ഒരു ദിവസം ഇവിടെ വരാൻ നോക്കിയാണ്, പക്ഷെ നമ്മൾ ഈ കോമിനോ ട്രിപ്പ് നടന്നില്ല, കാരണം ഭയങ്കര വിൻഡി ആയതുകൊണ്ട് അന്ന് ബോട്ടൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാണ് ബ്ലൂ ലഗൂണൊക്കെ, ഇവിടെയാണ് ആ നീല നിറത്തിലുള്ള ഇതും. പിന്നെ കോമിനോനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. അവിടെ 2 ആൾക്കാർ മാത്രമേ താമസിക്കൂ, ഒരു എഞ്ചിനീയറും പിന്നെ ഇതുപോലെ ഇങ്ങനെ ടൂറിസ്റ്റിന് ഇങ്ങനെ ഷോപ്പ് നടത്തുന്ന ആൾക്കാർ. 2 പേരേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത് നമ്മളെടുത്ത്. നമ്മളതൊന്നും ഫാക്ട്സ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മള് ഏകദേശം കഴിയാനായി. ഇനി നമ്മള് തിരിച്ച് മാൾട്ടയിലെത്തും. അവിടുന്ന് ഒരു വാൻ വന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോകും. അപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.